നമസ്കാരം. ഇത് കാതിലൊരു കിന്നാരം. റിഹാൻ റാഷിദ് എഴുതുന്ന നോവൽ പ്രണയമയൂഖം, അദ്ധ്യായം 6. വേച്ചുപോയ ശരത്തിനെ കൂട്ടുകാരിൽ ഒരാൾ താങ്ങിപ്പിടിക്കാൻ നോക്കിയെങ്കിലും അവൻ താഴെ വീണു. ഒരു നിമിഷം പകച്ചെങ്കിലും കിടന്നിടത്ത് നിന്ന് അവൻ ചാടി എഴുന്നേറ്റു. എടീ! അവൻ ആ പ്ലേറ്റ് പിടിച്ചു വാങ്ങി അലറിക്കൊണ്ട് അവളുടെ നേരെ ഓങ്ങിക്കുതിച്ചു. അഖിൽ പിടിച്ചു മാറ്റിയത് കൊണ്ട് ശ്രുതി തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ കടയുടമ നാസറും മറ്റുള്ളവരും അമ്പരന്നു. പകച്ച് സ്തംഭിച്ചു നിൽക്കുകയാണ് ഗോപനും ജയന്തിയും. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ ജിമ്മൻ ശരത്തിനു നേരെ തിരിഞ്ഞു. ഡാ വാടാ പോകാം, കൂട്ടത്തിൽ ഏതോ ഒരുത്തൻ ശരത്തിനോട് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ചു. ജിമ്മന്റെ അടിയിൽ നിന്ന് അതിവിദഗ്ധമായി ശരത്ത് ഒഴിഞ്ഞുമാറി. പിന്നെ നടന്ന ഉന്തിനും തള്ളിനുമിടയിൽ എങ്ങനെയോ രക്ഷപ്പെട്ട് അവൻ ശരവേഗത്തിൽ ബൈക്കിൽ കയറി പാഞ്ഞുപോയി. കൂടെയുള്ളവരും പിന്നാലെ ബൈക്കിൽ കയറി സ്ഥലം വിട്ടു. ശ്രുതി നിന്ന് വിറയ്ക്കുകയായിരുന്നു. അവളുടെ ഡ്രസ്സിലും ദേഹത്തും കറിയും ആഹാരാവശിഷ്ടങ്ങളും പടർന്നിരുന്നു. പിടിവലിയും സംഘട്ടനവും നടന്നതിനാൽ മേശപ്പുറത്തും ഭക്ഷണങ്ങൾ ചിതറിയിരുന്നു. വാ പോകാം, അഖിൽ അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. സ്തംഭിച്ചു നിൽക്കുന്ന ഗോപനെയും ജയന്തിയെയും അയാൾ തന്നെ പിടിച്ചു വലിച്ച് ഓട്ടോയിൽ കയറ്റി. വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്, ആജ്ഞാപിക്കുന്നത് പോലെയായിരുന്നു ശ്രുതിയുടെ സ്വരം. പെട്ടെന്നുള്ള അവളുടെ മാറ്റത്തിൽ അഖിലിന് പോലും ഭയമായി. അതെ, അവരെ അങ്ങനെ വിട്ടാലാവില്ല. മോളോട് അവരെന്തെങ്കിലും മോശമായി കാണിക്കാതെ അങ്ങനെ തല്ലില്ലെന്ന് എനിക്കറിയാം. കയ്യിൽ കിട്ടിയിരുന്നേ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കിയേനെ. തൻ്റെ കൈപ്പാടകലെ അവരെ നഷ്ടപ്പെട്ട നിരാശയും ദേഷ്യവുമായിരുന്നു ജിമ്മന്റെ ശബ്ദത്തിൽ. എന്തായാലും പോലീസിൽ അറിയിക്കാം, അഖിൽ പറഞ്ഞു. ഒരു പരാതി കൊടുത്തിട്ട് ഇത്ര നാളായിട്ടും പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അവനിപ്പോൾ പൊതുസ്ഥലത്ത് വരെ ഇറങ്ങി നടക്കുന്നു. ഇനി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്ത് പരാതി കൊടുക്കാനാണ്? വേദനയോടെ ഗോപൻ ചോദിച്ചു. ജയന്തി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ശ്രുതി തീരുമാനം മാറ്റിയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് പോയേ പറ്റൂ എന്നായിരുന്നു അവളുടെ വാശി. മോള് പറയുന്നത് തന്നെയാണ് ശരി ഗോപ, ഇതൊന്നും അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ല. ദേഷ്യം തീരാതെ സ്റ്റിയറിംഗിൽ അടിച്ചായിരുന്നു ജിമ്മന്റെ സംസാരം. സുഹാസേട്ടനെയും കൂടെ വിളിച്ചാലോ? അഖിൽ ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ അവൻ സുഹാസിനെ വിളിച്ചു. പറയടാ. സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അഖിൽ ഒറ്റ ശ്വാസത്തിലാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങളിപ്പോ എവിടെയാണുള്ളത്? ദാ സ്റ്റേഷനിലേക്ക് കയറുന്നു. ഞാൻ അങ്ങ് എത്തിയേക്കാം. ശ്രുതിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് ഉറപ്പല്ലേ? സുഹാസ് ചോദിച്ചു തീരുന്നതിന് മുൻപ് കോൾ കട്ടായിരുന്നു. ജയന്തി ജിമ്മനോടൊപ്പം ഓട്ടോയിൽ തന്നെയിരുന്നു. ഗോപനും ശ്രുതിയും അഖിലും പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറിപ്പോയി. ഗോപന് പരിചയമുള്ള സിവിൽ പോലീസ് ഓഫീസർ അക്ബർ അവരെ കണ്ടപ്പോൾ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി ഗോപ? എന്റെ വീട്ടിൽ കയറി മോളെ ആക്രമിച്ച ഒരു പ്രതിയെ ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയോ? ഗോപൻ അല്പം രോക്ഷത്തോടെ ചോദിച്ചു. അവൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിരുന്നു. ശ്രദ്ധിക്കണമെന്ന് വീട്ടിൽ അറിയിച്ചിരുന്നല്ലോ. ഇപ്പോൾ എന്തു പറ്റി? കറിയും ഭക്ഷണാവിഷ്ടങ്ങളും പടർന്ന ശ്രുതിയുടെ വസ്ത്രത്തിലേക്ക് നോക്കി അക്ബർ ചോദിച്ചു. ശ്രദ്ധിക്കണമെന്ന് പറയുന്നതാണോ അക്ബറെ പോലീസിന്റെ ഡ്യൂട്ടി? അവൻ ഇപ്പോഴും പൊതുസ്ഥലത്ത് ഇറങ്ങി നടക്കുന്നു. നിങ്ങൾ പോലീസുകാരെ നോക്കിയിട്ട് മാത്രം കാണുന്നില്ല. എന്താണ് സംഭവിച്ചത് ഗോപ? ഞങ്ങൾ നാസറിന്റെ കടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവനും കൂട്ടരും അവിടെയുണ്ട്. ചിരിച്ച് രസിച്ച് ആരെയൊക്കെയോ കളിയാക്കിയും കമന്റ് പറഞ്ഞു ഇരിക്കുന്നു. അത് കണ്ടതോടെ എൻ്റെ മോളുടെ നിയന്ത്രണം വിട്ടു. ബാക്കി പറഞ്ഞത് ശ്രുതിയാണ്. സംഭവം വിവരിച്ച ശേഷം അവൾ പറഞ്ഞു. സർ, അവനെ പോലെ ഒരു ഫ്രോഡിനെ ഇനിയും ഇങ്ങനെ ഇറങ്ങി നടക്കാൻ സമ്മതിക്കരുത്. ഞാൻ, ജാസ്മിൻ, നയന, എത്ര പേരെയാണ് അവൻ? പറയുന്നതിനിടയിൽ അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവനെ പിടിച്ച് അകത്തിടുന്നതിന് പകരം ഞങ്ങളോട് സൂക്ഷിക്കണമെന്ന് പറയുകയാണോ വേണ്ടത്? അവനിപ്പോ ഒറ്റയ്ക്കല്ല, പറ്റിയ കുറെ എണ്ണം കൂട്ടിനുണ്ട്, ഗോപനും പറഞ്ഞു. ഗോപ, SI ഇറങ്ങാൻ നിൽക്കുകയാണ്. വേഗം അകത്തേക്ക് ചെന്ന് സംഭവിച്ചതെല്ലാം പറഞ്ഞു കൊടുക്ക്. എത്രയും വേഗം ഞങ്ങൾ അവനെ പൊക്കാം, അക്ബർ പറഞ്ഞു. ശ്രുതി നേരെ SIയുടെ മുറിയിലേക്ക് കയറി. പിന്നാലെ ഗോപനും അഖിലും ചെന്നു. എന്താണ് പ്രശ്നം? ശ്രുതിയുടെ മുന്നിലെ കസേരയിലേക്ക് ഇരിക്കാൻ ആംഗ്യം കാണിക്കുന്നതിനൊപ്പമായിരുന്നു SIയുടെ ചോദ്യം. ഗോപൻ സംഭവം വിവരിക്കാനായി തുനിഞ്ഞതും ശ്രുതി ശരത്തിനെ കണ്ടതും പ്ലേറ്റ് കൊണ്ട് അടിച്ചതുമടക്കം പറഞ്ഞു. എന്തായാലും ഒരു പരാതി കൂടി എഴുതി തരണം. ഇനി എന്തിനാണ് സാർ പരാതി? നേരത്തെ ഒരു പരാതി തന്നതല്ലേ? അതല്ല കുട്ടി, അവൻ ഹോട്ടലിൽ വെച്ച് വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് ഒരു പരാതി കൂടി എഴുതി തന്നോ? കേസിനൊരു ബലം കിട്ടട്ടെ.
എന്തായാലും അവനെ ഇനി വെറുതെ വിടരുത് സാർ, ശ്രുതി പറഞ്ഞു. ഞങ്ങൾ 2 ദിവസമായി അവനെ തിരയുന്നുണ്ടായിരുന്നു. എന്തായാലും അവൻ ഇനി രക്ഷപ്പെടില്ല. കുട്ടി ധൈര്യമായിരിക്കൂ, SI ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞു. റൈറ്റർ ധന്യ ശ്രുതിയുടെ പരാതി എഴുതി വാങ്ങി. അപ്പോഴേക്കും സുഹാസും എത്തി. അവനെ കണ്ടതും അഖിൽ വേഗം പുറത്തേക്കിറങ്ങി. SIയെ കണ്ടോ? അതറിയാനായിരുന്നു സുഹാസിന് ധൃതി. അതൊക്കെ കണ്ടു. പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞ് അയാൾ എങ്ങോട്ടോ പോയി. അവർ ഇതിന്റെ പിന്നാലെയൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഖിൽ തന്റെ നിരാശ മറച്ചുവെച്ചില്ല. അതിനൊക്കെ ഓരോ പ്രൊസീജിയർ കാണും അഖിൽ. പരാതിക്കാരി വന്നാലുടൻ പ്രതിയെ പിടിക്കാൻ ജീപ്പുമായി പോകുന്ന പോലീസുകാര് സിനിമയിലേ ഉള്ളൂ. എന്നാലും എനിക്കത്ര വിശ്വാസമില്ല, മറുപടിയായി സുഹാസ് അഖിലിന്റെ ചുമലിൽ കൈയിട്ടു. എന്നാലും ശ്രുതി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയേയില്ല. തെയ്യത്തിന്റെ രൗദ്രരൂപം പോലെയുള്ള ശ്രുതിയുടെ നിൽപ്പും പ്ലേറ്റ് കൊണ്ടുള്ള അടിയും കണ്ണിൽ നിന്നും മായുന്നില്ല. അഖിലിന്റെ സംസാരം കേട്ടപ്പോൾ സുഹാസിന് എന്തുകൊണ്ടോ സന്തോഷമാണ് തോന്നിയത്. സത്യത്തിൽ ഇതൊരു നല്ല മാറ്റമാണ്. ശ്രുതി കരഞ്ഞ് സീനാക്കിയിരുന്നേ എന്താകുമായിരുന്നു അവസ്ഥ? ഇതിപ്പോ അയാളോടുള്ള പകയിൽ കുറച്ചെങ്കിലും പ്രതികാരം ചെയ്തുവെന്ന് അവൾക്കും തോന്നിക്കാണും, സുഹാസ് പറഞ്ഞു. SI എന്താ പറഞ്ഞത്? ശ്രുതിയും ഗോപനും വണ്ടിയിലേക്ക് കയറുമ്പോഴായിരുന്നു ജയന്തി ചോദിച്ചത്. അന്വേഷിക്കാം എന്ന് തന്നെ. ഒരു പരാതി കൂടി കൊടുത്തിട്ടുണ്ട്. കേസും കൂട്ടവും ഒന്നും താല്പര്യമില്ലാത്ത മട്ടിലായിരുന്നു ജയന്തി. പക്ഷേ ശ്രുതിക്ക് ഒരു കുലുക്കവുമില്ലായിരുന്നു. അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ് ഇരുന്നത്. ശ്രുതി, എന്നാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു, സുഹാസ് അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരിച്ചു. അവൻ ചെന്ന് ബൈക്കിൽ കയറിയപ്പോൾ അഖിലും പിന്നിൽ കയറി. എന്നാലും അവൾക്കിത്ര ധൈര്യം എവിടുന്ന് കിട്ടിയെന്നാണ് സുഹാസേട്ടാ ഞാൻ ആലോചിക്കുന്നത്. സുഹാസിന്റെ കൂടെ ബൈക്കിൽ തന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അഖിലിന്റെ സംശയം. എടോ, ജീവിതത്തിൽ ജയിക്കണമെന്ന് മനസ്സിൽ തോന്നി തുടങ്ങിയ പിന്നെ ഒന്നിനോടും ഭയമുണ്ടാവില്ല. എത്ര ശക്തിയുള്ളവർ മുന്നിൽ വന്നാലും അതൊന്നും അവരെ ബാധിക്കില്ല. അതായത് ശ്രുതി ജീവിക്കാൻ തീരുമാനിച്ചെന്നല്ലേ? എന്ന് മാത്രമല്ല, അവനോടുള്ള പകയുമായിട്ടാണ് അവൾ ഇനി ജീവിക്കുക. അത് തീരണമെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവൻ വീഴണം. നീ കേട്ടിട്ടില്ലേ, പക മനുഷ്യനെ അന്ധനാക്കുമെന്ന്? സ്നേഹം കൊണ്ട് ചതിക്കപ്പെട്ട അതിന്റെ ശക്തി എതിരെ നിൽക്കുന്നവന് കണക്കു കൂട്ടാൻ പോലും കഴിയില്ല. പക്ഷേ ഇനി നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. അതിലേറെ പകയുമായാണ് ശരത്ത് നടക്കുന്നത്. ജിമ്മനെ പോലും തള്ളിയിടണമെങ്കിൽ അവന്റെ ആരോഗ്യം ചെറുതാവില്ല. മുന്നറിയിപ്പ് പോലെയുള്ള സുഹാസിന്റെ സംസാരം കേട്ടപ്പോൾ അഖിലിന്റെ ഭയം ഇരട്ടിച്ചു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, നാട് വിട്ടെന്ന് പറഞ്ഞ അയാൾ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നെന്നാണ്. അയാളെ സഹായിക്കാനും ആളുകൾ കാണുമല്ലേ? അഖിൽ പറഞ്ഞപ്പോൾ സുഹാസ് ഒന്ന് മൂളി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സുഹാസിന്റെ മനസ്സിലും അത് തന്നെയായിരുന്നു. ശരത്തിനെ സഹായിക്കുന്നത് ആരായിരിക്കും? അവൻ സ്വയം ചോദിച്ചു. വീട്ടിലെത്തി കിടന്നെങ്കിലും സുഹാസിന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. അവസരം കിട്ടുമ്പോൾ തന്റെ ഉള്ളിലെ ഇഷ്ടം ശ്രുതിയോട് നേരിട്ട് പറയണമെന്ന് അവൻ ഉറപ്പിച്ചു. അതിനു മുൻപ് ശരത്തിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നും അവന് തോന്നി. ഈ കേസൊക്കെ പ്രശ്നമാവോ മോളെ? ജയന്തിക്ക് ആദ്യ കയറിക്കൊണ്ടിരുന്നു. പിന്നെ അവനെ അങ്ങ് വെറുതെ വിടണമെന്നാണോ അമ്മയുടെ ആഗ്രഹം? ശ്രുതി ചീറി. അങ്ങനെയല്ല മോളെ, എത്ര ആയാലും അവൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പ്രശ്നക്കാരനാണ്. ഞങ്ങൾക്കാകെ നീയേ ഉള്ളൂ. ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജയന്തി തുടർന്നു. കഴിഞ്ഞതെല്ലാം എൻ്റെ മോള് മറന്നേക്ക്. ഇനി അങ്ങോട്ടുള്ള ജീവിതമാണ് പ്രധാനം. മാത്രമല്ല, ഇന്നലെ ശ്രീകല മനുവിൻ്റെ കാര്യം പിന്നെയും സൂചിപ്പിച്ചിരുന്നു. മോൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഇങ്ങോട്ട് അവർ വരാമെന്ന്. എറണാകുളത്ത് പഠിത്തം തുടരാനുള്ള കാര്യങ്ങളും ചെയ്യാമെന്ന്. ശ്രുതി പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു ജയന്തി കരുതിയതെങ്കിലും ശാന്തമായിട്ടായിരുന്നു അവളുടെ പ്രതികരണം. അതൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല അമ്മേ. എല്ലാത്തിനും എനിക്ക് കുറച്ച് സമയം വേണം. അതെല്ലാം ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണേ അത് പറഞ്ഞാൽ മതി. ബുദ്ധിമുട്ടോ? നീ എന്തൊക്കെയാണ് ശ്രുതി ഈ പറയുന്നത്? നിറക്കണ്ണുകളോടെയുള്ള ജയന്തിയുടെ സംസാരം കേട്ടപ്പോൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് ശ്രുതിക്ക് തോന്നി. അവൾ ഫോൺ എടുത്ത് സോഫയിലേക്ക് ഇരുന്നു. കുറച്ചു നേരം കുടുംബ ഗ്രൂപ്പിലും മറ്റും വന്ന മെസ്സേജുകൾ നോക്കി. പിന്നെ കോളേജ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചു. അത് കണ്ട് അമൽ മെസ്സേജ് ഇട്ടെങ്കിലും അത് കണ്ടില്ലെന്ന് നടിച്ചു. ജാസ്മിന്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തു. കുറച്ചു നേരം കാത്തിരുന്നിട്ടും അത് ഡെലിവറി ആയില്ല. ഇൻസ്റ്റാഗ്രാമിൽ തിരഞ്ഞെങ്കിലും അതും അവൾ ഉപേക്ഷിച്ചു എന്ന് ശ്രുതിക്ക് മനസ്സിലായി. നയനയെ വിളിക്കണോ എന്ന് ചിന്തിച്ചെങ്കിലും പിന്നെ അതും വേണ്ടെന്ന് വെച്ചു. മുറ്റത്താരോ വന്നതിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ എഴുന്നേറ്റ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഇവരൊക്കെ കൂടെ ഇതിപ്പോ എന്തിനു വന്നതാണ് അമ്മേ? പുറത്തു വന്നു നിൽക്കുന്ന 4 പേരെ കണ്ടപ്പോൾ ശ്രുതി അടുക്കളയിലായിരുന്ന ജയന്തിയുടെ അടുത്തേക്ക് ചെന്നു.
ജയന്തി അംഗമായ കുടുംബശ്രീയിലെ സ്ത്രീകളായിരുന്നു അവർ. ആർക്കറിയാം, ചിലപ്പോൾ ഇന്നലെ മീറ്റിങ്ങിന് പോവാത്തത് കൊണ്ടാവും നീ മുറിയിൽ കയറി വാതിലടച്ചിക്ക്. കഴുകിക്കൊണ്ടിരുന്ന പാത്രങ്ങൾ റാക്കിലേക്ക് വെച്ച് നൈറ്റിയിൽ കൈ തുടച്ച് ജയന്തി മുൻവശത്തേക്ക് ചെന്നു. എന്താണ് എല്ലാവരും പെട്ടെന്നൊരു വരവ്? ഓ, ക്ഷണിച്ചിട്ട് വരാൻ ഞങ്ങൾ ആരും അന്യരൊന്നുമല്ല ജയന്തി. കുറച്ച് ദിവസമായി ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങണമെന്ന് കരുതിയിരുന്നു. എല്ലാവരും ഓരോരോ തിരക്കിലായിപ്പോയി. ഇന്നിപ്പോൾ തൊഴിലുറപ്പിന്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങ് പോന്നതാണ്. അല്ല, ശ്രുതി എവിടെ പോയി? കുടുംബശ്രീയുടെ സെക്രട്ടറി രാധേച്ചിയായിരുന്നു ചോദിച്ചത്. അവൾക്ക് എന്തോ ഒരു തലവേദന, ഉറങ്ങുകയാണ്. ജയന്തി പറഞ്ഞു തീരും മുന്നേ വന്നവർ അകത്തേക്ക് കയറി സോഫയിലിരുന്നു. അതിനിടെ രാധേച്ചി ശബ്ദം താഴ്ത്തി തുടർന്നു. ഇന്നലെ രാത്രി ചെങ്ങോട്ടുകാവിൽ വെച്ച് എന്തോ പ്രശ്നമുണ്ടായെന്ന് കേട്ടു. നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കള്ളുകുടിയന്മാർ വന്നെന്നോ അടിയായെന്നോ ഒക്കെ എൻ്റെ കെട്ടിയോ നാരായണേട്ടനാണ് പറഞ്ഞത്. എന്തായാലും ജിമ്മന്റെ വണ്ടി പോയത് നന്നായി. അയാളില്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനല്ലേ. എന്നിട്ടത് കേസാക്കിയോ? ജയന്തി താല്പര്യമില്ലാത്ത മട്ടിൽ നിൽക്കുമ്പോൾ മറ്റൊരു സ്ത്രീയാണ് അത് ചോദിച്ചത്. സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. മനസ്സില്ലാ മനസ്സോടെയായിരുന്നു ജയന്തിയുടെ മറുപടി. അതൊന്നും വേണ്ടിയിരുന്നില്ല ജയന്തി. ഒന്നാമത് കെട്ടിക്കാനായൊരു പെൺകുട്ടിയാണ്. വല്ല ആലോചനയും വന്നാല് നാട്ടുകാരതും ഇതും പറയാൻ ഒരവസരമാവുകയല്ലേ ഉള്ളൂ. ജയന്തിക്ക് ദേഷ്യം വന്നെങ്കിലും ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും പറഞ്ഞാൽ രാധേച്ചി അത് നാട് മുഴുവൻ എത്തിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരുന്നു അത്. ഞാൻ ചായ എടുക്കാം, നിങ്ങൾ സംസാരിച്ചിരിക്കെ. ജയന്തി അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. പക്ഷേ രാധയും പിന്നാലെ ചെന്നു. അതേ, വടകരയിലുള്ള എൻ്റെ അനിയത്തിയുടെ മോന് കല്യാണം നോക്കുന്നുണ്ട്. കണ്ണൂർ കോഴിക്കോട് ബസ്സിലെ കണ്ടക്ടറാണ്. 35 വയസ്സേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ പെണ്ണിൻ്റെ കാര്യമൊക്കെ അവരോട് ഞാൻ പറഞ്ഞിരുന്നു. അതിലൊന്നും അവർക്കൊരു കുഴപ്പമില്ല. മാത്രമല്ല, അവനും മറ്റൊരാളും കൂടെ ഒരു ബസ്സും കൂടി വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ ഒരു 25 പവനെങ്കിലും കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്താലെന്താ? ഒരു ബസ്സിന്റെ മുതലാളിയാവില്ലേ? ജയന്തിയോടുള്ള ഇഷ്ടത്തിന്റെ പുറത്താണ് ഞാൻ അവരോട് ഇതൊക്കെ പറഞ്ഞത്. അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ വേറെ ആരും കല്യാണത്തിന് നിൽക്കില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ. ജയന്തിക്ക് അമർഷം അടക്കി പിടിക്കാതെ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്കിപ്പോൾ കല്യാണമൊന്നും നോക്കുന്നില്ല. തിളച്ച വെള്ളത്തിലേക്ക് ചായപ്പൊടിയിട്ട് ഇറക്കി വെക്കുന്നതിനൊപ്പമായിരുന്നു ജയന്തി അത് പറഞ്ഞത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അവസാനം പെണ്ണെടുക്കാച്ചരക്കായി നിന്നുപോയ രാധേച്ച ആലോചനകളൊന്നും കൊണ്ടുവന്നില്ലെന്ന് കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നോർത്താണ്. അല്ലാതെ അവന് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. രാധേച്ചിയുടെ ശബ്ദത്തിലെ ഇഷ്ടക്കേട് മനസ്സിലായെങ്കിലും ജയന്തി അത് ശ്രദ്ധിച്ചില്ല. ചായയും പലഹാരങ്ങളും എടുത്ത് ജയന്തി ഹാളിലേക്ക് ചെന്നു. നിങ്ങൾ രണ്ടാളോ എന്തായിരുന്നു ഒരു രഹസ്യം? കൂട്ടത്തിലെ പ്രായം ചെന്ന സ്ത്രീയായിരുന്നു അത്. ഓ, ഞങ്ങൾ എന്ത് രഹസ്യം പറയാനാണ് അമ്മാളുവമ്മേ. ഞാൻ ഇവിടുത്തെ പെണ്ണിൻ്റെ കാര്യം പറഞ്ഞതായിരുന്നേ. അതിനെ പെട്ടെന്നൊന്നും കെട്ടിച്ചു വിടാൻ നിൽക്കരുതെന്ന്. പഠിത്തം തുടരണം എന്നൊക്കെ ജയന്തിയോട് ഉപദേശിച്ചതാ. ഓന്തുപോലും ഇത്ര പെട്ടെന്ന് നിറമാറില്ലെന്നായിരുന്നു ജയന്തിയുടെ മനസ്സിലപ്പോൾ. അതിനിടെ അമ്മാളുവമ്മ തുടർന്നു. അല്ലേലും ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ഇനി സമ്മതിച്ചാൽ തന്നെ അവർ തന്നെയല്ലേ ചെക്കനെ കണ്ടുപിടിക്കുന്നതും. അങ്ങനെയുള്ളവർമാർക്ക് ചെക്കൻ്റെ വീട്ടുകാര് ഒരു വിലയും ഉണ്ടാവില്ല. എൻ്റെ രണ്ടാമത്തവൻ കൊണ്ടുവന്ന ഒരുത്തിയുണ്ട്. സർപ്പമാണോള്. ഓനാണേ ഓടെ പാവാട ചരടിലുമാണ്. ഒരു വക പറഞ്ഞാൽ കേൾക്കൂല. രാവിലെ എണീറ്റ് ജോലിക്കെന്നും പറഞ്ഞു പോവും. വിളക്ക് വെച്ചാലാണ് കയറി വരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണിലാണ്. അമ്മാളുവമ്മ അമ്മായിയമ്മ പോര് എടുക്കുകയാണെന്ന് കണ്ടപ്പോൾ മറ്റുള്ളവർ അത് ഏറ്റുപിടിച്ചു. നിങ്ങളും ആൺകുട്ടികളും പോരാഞ്ഞിട്ടാണ്, രാധ പറഞ്ഞു. അവർ കുറേ നേരം കൂടി അവിടെ ഇരുന്ന് ശ്രുതിക്ക് സംഭവിച്ച അപകീർത്തികരമായ കാര്യങ്ങളും അത് അവളുടെ ഭാവി ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നുമൊക്കെ ചർച്ച ചെയ്തു. ഒടുവിൽ ഗോപൻ വരാറായപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങി. എല്ലാവരും പോയെന്നുറപ്പായപ്പോൾ ശ്രുതി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇവരൊക്കെ എന്ത് ജന്മമാണ് എൻ്റെ അമ്മേ. പുറത്തുള്ള സംസാരമൊക്കെ ശ്രുതിയും കേട്ടെന്ന് ജയന്തിക്ക് മനസ്സിലായി. കോഴിക്കോട് പാളയം MMLE റോഡിൽ അന്ന് പതിവിലേറെ ജനത്തിരക്കായിരുന്നു. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന യാത്രക്കാരായിരുന്നു ഏറെയും. ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ വന്നും പോയും ഇരുന്നു. നിരനിരയായി നീണ്ടു നിൽക്കുന്ന ട്രാവൽ സർവീസ് ഓഫീസിലെല്ലാം ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്.
വലിയ പെട്ടിയും ബാഗും തൂക്കി ചിലർ റോഡരികിലും തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിലുമൊക്കെ ബസ് വരുന്നതും കാത്തു നിൽക്കുന്നു. അല്പം മാറി ഇരുളിൻ്റെ മറവിൽ കൊടുവള്ളി രജിസ്ട്രേഷനുള്ള ഒരു കറുത്ത മാരുതി സ്വിഫ്റ്റ് കാർ. അതിനുള്ളിൽ ഇരുന്ന 4 പേരിൽ ഒരാൾ പറഞ്ഞു, എടാ, സ്ലീപ്പർ ബസ്സാണ്, കയറിയാൽ ഉടൻ കയറിക്കിടന്നോളണം. ചിലപ്പോൾ ഇവന്മാർ മൂത്രമൊഴിക്കാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിർത്തിത്തരും. അപ്പോഴൊന്നും ദയവ് ചെയ്ത് പുറത്തിറങ്ങരുത്. ശരത്തിനെ നോക്കി സന്ദീപായിരുന്നു അത് പറഞ്ഞത്. എന്നാലും ആ പെണ്ണ്, ആ ശ്രുതി ഒറ്റയൊരുത്തി മാത്രമാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടത്. ഒന്നും വളച്ചു വരികയായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ പെണ്ണിന് MDM ഒന്നും അടിക്കാനുള്ള യോഗമില്ലെന്ന് കരുതടാ. തമാശ പോലെ ജയേഷ് പറഞ്ഞു. അവളെ ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഒരുപാട് പെൺപിള്ളേരെ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഡ്രഗ് പെഡലർമാർ വരെ ആയിട്ടുണ്ട്. അവളെയൊക്കെ കഞ്ചാവ് കച്ചവടക്കാരികളാക്കിയിട്ട് പോലും ഒറ്റ കുഞ്ഞു ഈ കഥയൊന്നും അറിഞ്ഞിട്ടില്ല. പഴംപുരാണം പറയാതെ നീ പോകാൻ നോക്ക് ശരത്തെ. കേസും വക്കാണവും ഒക്കെ ആയിട്ടും അവന് മതിയായില്ല. പോലീസ് പിടിച്ച് അകത്താവുന്ന നീ മാത്രമല്ല, സന്ദീപ് പറഞ്ഞു. ഇന്നലെ രാത്രി തന്നെ നിന്നെ അന്വേഷിച്ചിട്ട് പോലീസ് ആ കടയിലെത്തിയെന്നാണ് അറിഞ്ഞത്. ആ പ്രദേശത്തൊന്നും CCTV ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മെ രക്ഷപ്പെട്ടു, സന്ദീപ് കൂട്ടിച്ചേർത്തു. ഇവൻ ആ പെണ്ണിനെ വീട്ടിൽ കയറി അടിച്ചതാണ് പ്രശ്നം ഇത്ര വഷളാവാൻ കാരണം. അതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? അത്ര നേരം മിണ്ടാതിരുന്ന ശ്രീകാന്തായിരുന്നു അത് പറഞ്ഞത്. ഫേസ്ബുക്കിലിടും, നാട്ടുകാരോട് പറയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ പിന്നെ എന്തു ചെയ്യും? അതൊക്കെ എല്ലാ പെൺപിള്ളേരും കലിപ്പ് മൂക്കുമ്പോൾ പറയുന്നതാ. അത് കേൾക്കുമ്പോഴേക്ക് പോയി കൊല്ലാൻ നോക്കുകയാണോ വേണ്ടത്? നിന്റെ മറ്റേ പ്രേമകഥകൾ മാത്രമല്ലേ അവൾ അറിഞ്ഞിരുന്നുള്ളൂ. വേറെ എന്തൊക്കെ അറിയാൻ ബാക്കിയുണ്ട്? പെണ്ണിനോട് സംസാരിച്ച് നൈസായിട്ട് കാര്യം ചെയ്യേണ്ടതിന് പകരം മാക്സിമം കൊളമാക്കി, സന്ദീപ് നീരസം മറച്ചു വെക്കാതെ പറഞ്ഞു. മതി മതി, വിചാരണയും ചോദ്യം ചെയ്യലും ഒക്കെ ഒന്ന് നിർത്ത്, പറ്റിപ്പോയി, ശരത്ത് പറഞ്ഞു. എടാ, ദീപക് ആന്റണി എന്ന പേരിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സൈഡ് അപ്പർ ബെർത്ത്. സാധനം ബാഗിലുണ്ടല്ലോ അല്ലേ? സേഫായിട്ട് നോക്കണം, ജയേഷ് പറഞ്ഞു. ഉണ്ടടാ, ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൽ ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ ഒരു ആദ്യമായതുകൊണ്ടാ, ഇനി ശീലായിക്കോളും, ജയേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇങ്ങനെ കൊയിലാണ്ടിൽ മാത്രം ഒതുങ്ങേണ്ടവനല്ല. വിശാലമായൊരു ലോകം നിന്നെ ബാംഗ്ലൂരിൽ കാത്തിരിക്കുന്നുണ്ട്. ഈ സംഭവിച്ചതൊക്കെ അതിനൊരു നിമിത്തമായി കരുതിയാൽ മതി. മടിവാള എത്തിയാൽ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളെത്തും. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ജയേഷ് കൂട്ടിച്ചേർത്തു. ശരത്ത് മൂളി. ശരത്ത് കാറിൽ നിന്നിറങ്ങി ഹൂഡി ബനിയന്റെ തൊപ്പി തലയിലേക്ക് വലിച്ചിട്ടു. മാസ്ക് ധരിച്ച മുഖം മറച്ചു നടന്ന് ബസ്സിലേക്ക് കയറി. സീറ്റ് നമ്പർ? കയറുന്നതിന് മുമ്പ് ഡ്രൈവറുടെ അടുത്ത സീറ്റിലിരുന്ന സഹായി ചോദിച്ചു. U3, ശരത്ത് പറഞ്ഞു. U3 എൻ്റെ ബർത്താണ്, തൊട്ടു പിറകിലുണ്ടായിരുന്ന യുവാവ് അത് കേട്ട് പറഞ്ഞു. ശരത്ത് അയാളെ തിരിഞ്ഞു നോക്കി. കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു. ബസ് മാറിപ്പോയോ എന്ന ശങ്കയിൽ ശരത്ത് നിൽക്കുമ്പോൾ കയ്യിലെ യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ച് ഡ്രൈവറുടെ സഹായി വീണ്ടും ചോദിച്ചു. പേര്? ദീപക് ആന്റണി. പെട്ടെന്നുള്ള പരിഭ്രമത്തിൽ അവൻ മാസ്ക് മാറ്റി വിക്കി പറഞ്ഞു. നിങ്ങളുടെ സീറ്റ് U4 ആണ്, അയാൾ ശരത്തിനോട് പറഞ്ഞു. ആ സമയമെല്ലാം യുവാവ് ശരത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ സംശയം നിഴലിച്ചു. U3 അല്ലേ? നിന്റെ പേരെന്താ? സഹായി അവനോട് ചോദിച്ചു. ഫർഹാൻ മുഹമ്മദ്. ശരി, കയറിക്കോ, ലിസ്റ്റ് നോക്കി ഉറപ്പുവരുത്തി അയാൾ പറഞ്ഞു. ശരത്ത് ബർത്തിലേക്ക് കയറുന്നതും കിടക്കുന്നതുമെല്ലാം ഫർഹാൻ നോക്കി നിന്നു. MMLA റോഡിലെ തിരക്കിൽ നിന്ന് ബസ് പതുക്കെ മുന്നോട്ട് യാത്ര തുടങ്ങി. താമരശ്ശേരി കഴിഞ്ഞ് അടിവാരം പിന്നിട്ടതും വഴിയരികിൽ നിർത്തിയിട്ട പോലീസ് ജീപ്പിൽ നിന്ന് 2 ഓഫീസർമാർ ഇറങ്ങി ബസ്സിന് കൈ കാണിച്ചു. തുടരും. ഇത് കാതിലൊരു കിന്നാരം.